ഹായ് ഹലോ മംസൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലില്ലാത്ത ചിക്കന്. അപ്പോൾ അതിതാ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തു. ആവശ്യത്തിനുള്ള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത്, എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒരു അരക്കപ്പ് വെള്ളം മതിയാവും. ഞാൻ ഈ ചെറിയ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ വെള്ളമെല്ലാം നമുക്ക് അതിൽ നിന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ നല്ല കിടുക്കാച്ചി ഒരു സ്നാക്സ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും ഒക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട് അങ്ങ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനും പിന്നെ പ്രത്യേകിച്ചൊന്നും മേടിക്കണ്ടല്ലോ. അപ്പോൾ ഇപ്പം നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതേ പാന് തന്നെ കഴുകിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതാ 2-2.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. അപ്പോൾ അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതുപോലെ ഒന്ന് ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2-3 പച്ചമുളക്, എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പം കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒത്തിരി എരിവ് കൊടുക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് വേണം എരിവ് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം, പച്ചമണം. അതിന് ശേഷം നമുക്ക് ഒരു സവാള ഞാനിവിടെ അതുപോലെ ചോപ്പ് ചെയ്ത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരപ്പിനുള്ളത് മതിയാവും. അപ്പോൾ അതിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരുപാടൊന്ന് വഴന്ന് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറി ലീഫ് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കിടുക്കാച്ചി ഒരു കട്ട്ലേറ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള നല്ല ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്, വലിയൊരു സ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗരം മസാല ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനില്ലേ, അതൊന്ന് നമ്മുടെ മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഏകദേശം ഒരു 250 ഗ്രാം തന്നെ പൊട്ടറ്റയും ഞാൻ പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആളിന് എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെന്നൊക്കെ അതിനനുസരിച്ച് വേണം അളവൊക്കെ എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഈ സമയം നമ്മുടെ ചിക്കനിലേക്ക് ഇനി നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്, പക്ഷെ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ചിക്കനും എല്ലാ സ്ഥലത്തും ഈ പൊട്ടറ്റയും ചിക്കനും എല്ലാ സ്ഥലത്തും കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുത്തത്, പൊടി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം, ഒരല്പം മതിയാവും. അപ്പോൾ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം, മുട്ടയൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെയും പൊട്ടറ്റയുടെ ഒക്കെ മിക്സില്ലേ, അതിതുപോലെ ഒന്നെടുത്ത് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി
ഇതുപോലെ ഒന്ന് അമക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, റൗണ്ട് ഷേപ്പ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് നമുക്ക് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഒരുപാട് വലിപ്പത്തിലൊന്നും ആരും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്തൊന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് 4 സൈഡ്, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനൊരു 2-3 ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറില്ലേ, പൊടിക്കുന്ന ജാറിലിട്ട് പൊടിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ഒരെണ്ണം ഇതുപോലെ എടുത്തതിന് ശേഷം മുട്ടയിൽ ഒന്ന് ഇതുപോലെ മുട്ടയ്ക്കകത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം. അതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കി നമുക്ക് നല്ലപോലെ ഇതിൻ്റെ ആ ബ്രെഡ് പൊടി എല്ലാ സ്ഥലത്തും ആകുന്നത്തക്ക രീതിയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ എല്ലാം നല്ല ചൂടായി കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞും പോവും. അകത്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ അകത്ത് നല്ലതായിട്ട് കിട്ടത്തില്ല. ഇത് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വയ്ക്കാതെ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇപ്പോൾ ഞാനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം ഉണ്ടെങ്കിൽ മതി, പിന്നെ പറയും വേണ്ട, മക്കളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുക. നമ്മുടെ സ്വന്തം കൈകൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ലേ ഓരോന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടോ, എനിക്ക് ഏകദേശം 8-10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.